അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ കടന്നു വരുന്നത് ഷഹബാൻ മാസത്തിൻ്റെ ഒന്നാം രാവും അതുപോലെ ഷഹബാൻ മാസവുമാണല്ലോ. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ എല്ലാ അറബി മാസത്തിലും തുടക്കത്തിൽ ഓതും പോലെ നമ്മൾ ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. അള്ളാഹു നമ്മളെ സംരക്ഷിക്കും, നമ്മളെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കും, അപകടങ്ങളെ തൊട്ട് കാക്കും. ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു ചേരും. ഈ ഒരു സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുകയും ചെയ്യണം. നമ്മുടെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഈ ഒരു സൂറത്ത് ഒരു മാസം തുടങ്ങുമ്പോൾ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ, ഈ ഒരു സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഖബറിൽ ശിക്ഷയുണ്ടാവില്ല. അതുപോലെ ആരെങ്കിലും ഒരു മാസം തുടങ്ങുമ്പോൾ ആ ഒരു മാസത്തിൻ്റെ ആദ്യ നിലാവ് കണ്ട ഉടനെ നിങ്ങൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്തുള്ള ഒരു മലക്കിൻ്റെ 2 ചിറകിൻ്റെ അടിയിലായിട്ട് നിങ്ങളെ സംരക്ഷിക്കും അള്ളാഹു. നിങ്ങളെ ആപത്തുകളെ തൊട്ടൊക്കെ കാക്കും. നമ്മൾ ഈ ഒരു ഷഹബാൻ മാസം പുരുഷയാക്കപ്പെട്ട നമ്മൾ വിത്ത് വിതറിയ അമലുകൾക്ക് വെള്ളം പാർന്നു കൊടുക്കേണ്ട ഒരു മാസമാണ്, വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു മാസമാണ്. അത് പൊടിച്ച് വരണ്ടേ, കായ് നമുക്ക് റമളാനിൽ പറിക്കേണ്ടേ. അപ്പോൾ ഇത്രയ്ക്ക് മഹത്വമുള്ള ഒരു മാസം നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഈ ഒരു മുൽക്ക് സൂറത്ത് ഓതിയിട്ട് പടച്ച റബ്ബിനോട് നമുക്ക് എല്ലാ മാസവും ഐശ്വര്യങ്ങളും ബറക്കത്തുകളും തരാനും ആപത്തുകളെ തൊട്ട് കാക്കാനും വരുന്ന മാസങ്ങളെ തൊട്ട് എല്ലാം നമ്മളെ സംരക്ഷിക്കാനും നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് ഇബാദത്തെടുക്കാനും ദുആ ചെയ്യുക. അതുപോലെ ഈ ഒരു ഷാബാൻ മാസത്തിൽ നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബും വ ഷാബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന ഈ ഒരു ദിക്ർ ധാരാളം അധികരിപ്പിക്കുക. അപ്പോൾ ഈ ഒരു ഷാബാൻ നമ്മൾ ഇബാദത്തെടുക്കുന്ന മാസമാക്കിയിട്ട് എടുക്കുക. നമ്മൾ ഷാബാനിൽ ഇബാദത്ത് എടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഈ ഒരു റജബ് മാസത്തിൽ ഇബാദത്ത് എടുത്തതൊക്കെ പോയ പോലെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു 3 മാസത്തെ പ്രത്യേകം ബഹുമാനത്തിലെടുത്തിട്ട് ദുആ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക. എൻ്റെ ദുആയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.